നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. നമുക്കറിയാം, കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആരായിരിക്കും വിജയിക്കുക അതൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിൽ പത്തനാപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വലിയധികം പ്രതീക്ഷയോടെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ അധികം കാലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണം എത്തരത്തിലാണ് എന്നുള്ള ഒരു വിധിയെഴുത്ത് കൂടെ ആയിരിക്കും ഇത്തവണത്തേത് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമ്പോൾ ഗണേഷ് കുമാറിന്റെ സീറ്റ് അത് ഉറപ്പാണോ അതോ അത് നഷ്ടമാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെയാണ് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ 2020 വേണ്ടിയിട്ട് അനിൽകുമാറിനെ NDAക്ക് വേണ്ടി 2020 അനിൽകുമാറിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് ഇത്തവണ ഈ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ജ്യോതികുമാർ ചാമക്കാല, അതായത് തിരഞ്ഞെടുപ്പിൽ എത്ര തവണ പരാജയപ്പെട്ടു കഴിഞ്ഞാലും ഇവിടെ തുടരുന്ന ഒരു രീതിയാണ് ചാമക്കാലയുടേത്. കഴിഞ്ഞ പരാജയ സമയത്ത് പോലും സ്വന്തം ഇവിടത്തേക്ക് താമസം മാറുകയും വലിയൊരു പ്രതീക്ഷയോടെ ജനങ്ങളോട് അടുത്ത് ഇടപഴകി തിരഞ്ഞെടുപ്പിൽ വലിയ മത്സര ചൂട് കൂട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ഏറെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പത്തനാപുരം മണ്ഡലം മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിലവിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. വ്യക്തിപരമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് ഇത് എന്നതിൽ പ്രാധാന്യം ഏറുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പത്തനാപുരത്തെ മണ്ഡലം അത് വലിയ രീതിയിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ 2021 ഗണേഷ് കുമാറിനെതിരെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തനങ്ങൾ എതിരാളിയായിട്ട് അദ്ദേഹമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലൊരു ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം അവിടെ നടത്തിയ നിക്ഷേപം, അതായത് ചാമക്കാലയുടെ പ്രവർത്തനങ്ങൾ ഗണേഷ് കുമാറിന് തിരിച്ചടിയാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഉയരുന്നത്. ആദ്യം 3 തവണയും UDFിലും പിന്നീട് 2 തവണ LDFിലുമായി കേരള കോൺഗ്രസ് ബി ടിക്കറ്റിൽ ഗണേഷ് കുമാർ സ്വന്തം മണ്ഡലമാക്കി പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് ഇത് എങ്കിൽ പോലും ഇത്തവണത്തെ വിധിയെഴുത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2021 ഗണേഷ് കുമാറിനോട് തോറ്റ ജ്യോതികുമാർ പത്തനാപുരത്ത് സ്ഥിര താമസമാക്കി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങളും അടുത്ത് ഇടപഴകുന്ന രീതികൾ, ഇതൊക്കെ തന്നെ എത്രമാത്രം ജനങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ളതാണ്. ഇത്തവണ രാഷ്ട്രീയം, സാമുദായികം, വികസനം, വിവാദം എന്നിങ്ങനെ പല ചേരുവകളിലൂടെയാണ് ഈ പത്തനാപുരം മണ്ഡലത്തിലെ മത്സരം കളം നിറഞ്ഞിരിക്കുന്നത്. സോളാർ കേസിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ അടക്കമുള്ള ബോർഡുകൾ ഈ പത്തനാപുരത്തിന്റെ പല ഭിത്തികളിലും കാണാൻ സാധിക്കുമെന്നത് ഗണേഷ് കുമാറിന് തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് UDFിന്റെ പ്രതീക്ഷ. സോളാർ ഗൂഢാലോചന കേസിലെ വിചാരണ കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിചാരണ നടപടികൾ, അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിചാരണ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഗതാഗത മന്ത്രിയും ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അത് ഗണേഷ് കുമാറിനൊരു തിരിച്ചടിയായി എന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തേക്ക് വരുന്നത്. അത് യഥാർത്ഥത്തിലൊരു തിരിച്ചടിയായി മാറിയോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രസിഡന്റ് ആയിരുന്ന പത്തനാപുരം താലൂക്ക് NSS യൂണിയനുമായി ബന്ധപ്പെട്ടു വരുന്ന സാമ്പത്തിക ക്രമക്കേട്, ആ ഒരു വിവാദവും പ്രധാനമായിട്ടും പത്തനാപുരത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പത്മ കഫേ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച NSS നേതാവിന് ക്ഷേത്ര പരിസരത്ത് വെച്ച് മർദ്ദനമേറ്റു എന്നും പിന്നാലെ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഭരണസമിതി പിരിച്ചുവിട്ടു എന്നുള്ളതുമാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇതിന്റെയൊക്കെ പ്രതിഫലനം ഗണേഷ് കുമാറിന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് UDF. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നുള്ള ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണം, അതും ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്.
വിവാദങ്ങൾക്ക് മറുപടി പറയാതെ വികസനത്തിലൂന്നി മുന്നോട്ടു പോകുക എന്നുള്ള തന്ത്രമാണ് നിലവിൽ ഗണേഷ് കുമാർ ഉപയോഗിക്കുന്നത് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. മന്ത്രി എന്ന നിലയിൽ KSRTCയിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള പരിഷ്കാരങ്ങളും പത്തനാപുരം കൈവരിച്ച വികസന നേട്ടങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. മുൻ തിരഞ്ഞെടുപ്പുകളിലും സമാനമായ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നിട്ടും പത്തനാപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ തവണ അത്തരത്തിൽ നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം. പത്തനാപുരത്തുകാർ തന്നെ കൈവിടില്ല എന്നുള്ള ആത്മവിശ്വാസം മന്ത്രി KB ഗണേഷ് കുമാറിന് ഏറെയുണ്ട്. ഇതിനു മുൻപുണ്ടായ വിമർശനങ്ങളും വിവാദങ്ങളും അന്നൊന്നും ജനങ്ങൾ അതിനെയൊന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. തനിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാക്കിയ അത് ജനങ്ങൾ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി KB ഗണേഷ് കുമാർ ആത്മവിശ്വാസം കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പത്തനാപുരത്തെ മത്സരം ഇത്തവണ ഉണ്ടാകുക എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 നേടിയ UDF ചരിത്രത്തിലാദ്യമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചൊരു സാഹചര്യം കൂടെ ഇവിടെയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആത്മവിശ്വാസം NDAക്കും ഉണ്ട് എന്നുള്ളതാണ്. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മാനേജ്മെന്റ് വിദഗ്ധനുമായിട്ടുള്ള S അനികുമാർ, അതായത് 2020 സ്ഥാനാർത്ഥിയാണ് ഇത്തവണ NDAക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ജനങ്ങൾ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ വിലയിരുത്തുക എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഈ ഇവിടുത്തെ നാട്ടുകാർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ നേതൃത്വം, സംഘടനാ ശക്തി എല്ലാം ഒത്തുചേരുന്ന ഒരു രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പത്തനാപുരത്തുകാർ വിധി എഴുതാറുള്ളത് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. സംഘടനാ പിന്തുണയ്ക്കൊപ്പം വ്യക്തിപരമായ വിശ്വാസ്യതയും ഉള്ള നേതാക്കളെയാണ് പൊതുവെ പത്തനാപുരത്തുകാർക്ക് ഇഷ്ടം എന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഭരണപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാക്കൾക്ക് ഇവിടെ എപ്പോഴും മുൻഗണന ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. വാചകമടിയേക്കാൾ പ്രവർത്തന പാരമ്പര്യമാണ് വോട്ടർമാർ കണക്കിലെടുക്കുന്നത് എന്ന് ചുരുക്കം. എന്തായാലും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു വിധി എന്നുള്ളത് വലിയ രീതിയിൽ ജനങ്ങൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. സംഘടനാപരമായി BJPയുടെ സജീവമാണ് എങ്കിൽ പോലും പോരാട്ടം LDFും UDFും തമ്മിലാണ് എന്നുള്ളത് വാസ്തവം. BJPക്ക് നിശ്ചിത വോട്ട് ബാങ്ക് ഉണ്ട് എങ്കിലും അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുന്നത്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളും അതിന്റെ മികവുകളും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെയുള്ള ആളുകൾ ചർച്ച ചെയ്യാറുണ്ട്. പത്തനാപുരം ടൗണിലെ ഗതാഗത കുരുക്കും ഡ്രെയിനേജ് പ്രശ്നങ്ങളും മഴക്കാലത്തെ മുൻകരുതലുകളും വികസന അജണ്ടകളും ഇടം പിടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. ഭൂമി സംബന്ധമായ തർക്കങ്ങളും വികസന പദ്ധതികൾക്കായിട്ടുള്ള ഏറ്റെടുക്കലുകളും പ്രാദേശിക വോട്ടർമാരുടെ നിലപാടിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, വിലയിരുത്താറുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളത് എന്നുള്ളതാണ്. പത്തനാപുരം ടൗൺ വാർഡുകളിൽ നഗരവികസനവും ഗതാഗത സംവിധാനങ്ങളും ഒക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഗ്രാമപ്രദേശങ്ങളിൽ ക്ഷേമ പെൻഷൻ അതുപോലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയമായി മാറുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗണേഷ് കുമാർ തന്റേതായിട്ട് വിജയമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും സാധാരണക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങളടക്കം രാഷ്ട്രീയ ചർച്ചകളിൽ വകയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് പത്തനാപുരത്തുള്ളത്. ഈ ഒരു രീതിയിൽ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ ഉണ്ടാകുക എന്നുള്ള തരത്തിലുള്ള ഒരു നിരീക്ഷണവും വരുന്നുണ്ട്. 2021 ജനവിധി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ നേതൃത്വത്തിനുള്ള അംഗീകാരമാണ് പത്തനാപുരത്ത് നമ്മൾ കണ്ടത്. കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥിയായി LDF മുന്നണിയിൽ മത്സരിച്ച KB ഗണേഷ് കുമാർ 67,276 വോട്ടുകൾ നേടിയാണ് വിജയമുറപ്പിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയെ അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയെങ്കിൽ പോലും അന്ന് 52,940 വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 14,336 വോട്ടുകളുടെ വ്യക്തിപരമായ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഗണേഷ് കുമാർ വിജയിച്ചത്. BJP സ്ഥാനാർത്ഥി അന്ന് നേടിയത് ഏകദേശം 12,398 വോട്ടുകളോടെയായിരുന്നു. അത്തരത്തിൽ പോകുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ രീതിയും ഇവിടുത്തെ വോട്ട് ശതമാനവും എന്നുള്ളതാണ്.
രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളുടെ താല്പര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്ന വളരെയധികം സുസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വികസന രാഷ്ട്രീയ മണ്ഡലം തന്നെയാണ് പത്തനാപുരം. എന്തായാലും ഇത്തവണ ആര് എന്നുള്ളൊരു ചോദ്യം അത് തന്നെയാണ് ഇവിടെയും ഉയരുന്നത്. ഗണേഷ് കുമാറിന് നിലവിൽ ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്, ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്.